2025-26 അധ്യയന വർഷത്തെ SMSD ഹൈസ്കൂൾ പ്രവർത്തന റിപ്പോർട്ട്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ ഡോക്ടർ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് തൈക്കാട്ടുശ്ശേരിയുടെ അക്ഷര ജ്യോതിസായി 114 വർഷത്തെ ഗരിമയോടെ നിലകൊള്ളുകയാണ് ശ്രീമൂലം സിൽവർ ജൂബിലി ഹൈസ്കൂൾ. 2025-26 അധ്യയന വർഷം ജൂൺ 2 പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. റവറന്റ് ഫാദർ വർഗീസ് പൈനിങ്കൽ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് ടെസി ടീച്ചർ, വാർഡ് മെമ്പർ ശ്രീമതി കവിത സജീവൻ, PTA പ്രസിഡന്റ് ശ്രീ KC സുനിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തത്സമയം നമ്മുടെ സ്കൂളിൽ പ്രദർശിപ്പിച്ചു. അന്നേ ദിവസം എല്ലാ കുട്ടികളെയും വാദ്യമേളങ്ങളുടെയും അമ്മൻകുടത്തിൻ്റെയും അകമ്പടിയോടെ മധുരപലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് ഈ വർഷം പുതുതായി ചേർന്ന എല്ലാ കുട്ടികൾക്കും ബാഗും മറ്റു പഠനോപകരണങ്ങളും യൂണിഫോമും വിതരണം ചെയ്തു. 2025 മാർച്ചിൽ SSLC പരീക്ഷ എഴുതിയ 32 കുട്ടികളിൽ ആൽഫിമോൾ ഐസക് ഫുൾ A+, നിരഞ്ജന പ്രദീപ് 9 A+, റിയൽ റെയ്ഗാൻ 8 A+, സോന ദീപു, കാശിനാഥ് PM, ശ്രീനന്ദന PS എന്നിവർ 7 A+ കരസ്ഥമാക്കി. 100% വിജയം കൈവരിച്ച സ്കൂളിനും കുട്ടികൾക്കും MLA ആദരവും തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരവും MP ആദരവും ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആദരവും ലഭിക്കുകയുണ്ടായി. സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണങ്ങൾ സമുചിതമായി ആഘോഷിച്ചു വരികയും ചെയ്യുന്നു. HM ശ്രീമതി ടെസി MM പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ബഹുമാനപ്പെട്ട തൈക്കാട്ടുശ്ശേരി അഗ്രികൾച്ചർ ഓഫീസർ ശ്രീമതി പിന്റു റോണി വട്ടക്കുന്നേൽ പരിസ്ഥിതി ദിന വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുകയും ക്ലാസ് നൽകുകയും ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നടുകയും വാർഡ് മെമ്പർ ശ്രീമതി കവിത സജീവൻ 200 വൃക്ഷത്തൈകൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. സയൻസ് ക്വിസ്, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടത്തി. ഔഷധ സസ്യ പ്രദർശനം നടത്തി. കൂടാതെ പച്ചക്കറി വിത്തുകൾ നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചു. ഹരിത കർമ്മസേന അംഗങ്ങൾ കുട്ടികൾക്കായി മാലിന്യ സംസ്കരണത്തിന്റെ ഡെമോ ക്ലാസ് നൽകി. പഞ്ചായത്ത് തലത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്കൂളിൽ നിന്നും ശേഖരിക്കുന്ന ഹരിത കർമ്മസേന അംഗങ്ങളെ HM ടെസി ടീച്ചർ സ്കൂൾ അസംബ്ലിയിൽ പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചു. ജൂൺ 19 വായനാ ദിനം. HM ശ്രീമതി ടെസി MM വായനാവാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കയ്യെഴുത്തു മാസിക പൂമുട്ടുകൾ പ്രകാശനം ചെയ്തു. ജൂൺ 19 മുതൽ 23 വരെ വായനാവാരം നടത്തി. അതിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥിയായ അർജുൻ PS നാടൻപാട്ട് അവതരിപ്പിച്ചു. കാവ്യാലാപനം, വിശുദ്ധ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തൽ, വായനാ ദിന പ്രതിജ്ഞ, വായനാ ദിന സന്ദേശം, സംഗീത ശില്പം, പോസ്റ്റർ മത്സരം, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. എല്ലാ ദിവസവും അസംബ്ലിയിൽ ഒരു പുസ്തകവും കഥാകൃത്തിനെയും പരിചയപ്പെടുത്തി. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ശ്രീ ബിനോയ് TS സീനിയർ സിവിൽ പോലീസ് ഓഫീസർ, ആൻഡ്രോ മത്തായി ASI, ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ എന്നിവരുടെ ക്ലാസുകൾ വിവിധ ദിവസങ്ങളിലായി നൽകി. സ്കൗട്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി മണിയാദ്രക്കൽ ജംഗ്ഷനിൽ നിന്നും സ്കൂളിലേക്ക് നടത്തുകയും ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് തുടി തൈക്കാട്ടുശ്ശേരി ജംഗ്ഷനിൽ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ സുബിൻ തൈക്കാട്ടുശ്ശേരി നിർമ്മിച്ച ലഹരി വിരുദ്ധ ടെലിഫിലിം നാരങ്ങ മിഠായി റിട്ടയർഡ് DGP ശ്രീ ഹോർമീസ് തരകൻ, പൂച്ചാക്കൽ CI എന്നിവർ ചേർന്ന് ആഗസ്റ്റ് 1 സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മാസ്റ്റർ നവനീത് ആയിരുന്നു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിൽ വരുത്തിയ സൂംബ ഡാൻസ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും സ്കൂളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ജൂൺ 30 വിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യപ്രകാരം ഷുഗർ ബോർഡ് സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. ലഹരി വിരുദ്ധത്തിന്റെ ദിനത്തിന്റെ ഭാഗമായി സിഗ്നേച്ചർ ക്യാമ്പയിൻ സ്കൂളിൽ സംഘടിപ്പിച്ചു. മുൻ DGP ശ്രീ ഹൊർമീസ് തരകൻ, ഹെൽത്ത് ജീവനക്കാർ, പൂച്ചാക്കൽ CI, മറ്റു സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ ഇതിന്റെ ഭാഗമായി. ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ
ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ. ജൂലൈ 1 ആരോഗ്യ അസംബ്ലി നടത്തുകയുണ്ടായി. ആരോഗ്യ അസംബ്ലിയിൽ തൈക്കാട്ടുശ്ശേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി മഞ്ജു തിലകൻ പേപ്പട്ടി വിഷബാധ ബോധവൽക്കരണ ക്ലാസ് നൽകി. ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ബഷീറിന്റെ ജീവചരിത്രം, പുസ്തക പരിചയം, ക്വിസ് മത്സരം എന്നിവ നടത്തുകയുണ്ടായി. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ തുറവൂർ ഉപജില്ലാ തലത്തിൽ നടന്ന സർഗോത്സവത്തിൽ UP വിഭാഗം പുസ്തകാസ്വാദനത്തിൽ ആൻഡ്രോസ് PK ഫസ്റ്റ് പ്രൈസ്, ഹൈസ്കൂൾ വിഭാഗം കവിതാ രചനയിൽ ഷിക PS സെക്കൻഡ് പ്രൈസും നേടി ജില്ലാതല മത്സരത്തിന് അർഹത നേടി. കാവ്യാലാപനം ഗൗരീനന്ദ S തേർഡ് പ്രൈസും നാടകാഭിനയം അനാമിക പ്രസാദ് തേർഡ് പ്രൈസും കരസ്ഥമാക്കി. മികവാർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും അവരെ തയ്യാറാക്കിയ സീമ ടീച്ചറിനും വിനീത ടീച്ചറിനും അഭിനന്ദനങ്ങൾ. ജൂലൈ 14 അപ്സൈക്കിൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സാരി തരൂ സഞ്ചി തരാം എന്ന പഞ്ചായത്ത് തല പ്രവർത്തനത്തിന് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സാരിയിൽ നിന്നും നിർമ്മിച്ച സഞ്ചികൾ തൈക്കാട്ടുശ്ശേരിയിലെ വിവിധ കടകളിൽ നൽകിക്കൊണ്ട് പ്ലാസ്റ്റിക് കവർ ബഹിഷ്കരിക്കുന്നതിന് മാതൃകയായി. ജൂലൈ 21 ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി സ്പേസ് ട്രാവലേഴ്സായി എത്തിയ കുട്ടികൾ അവരുടെ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. കുട്ടികൾ നിർമ്മിച്ച ബഹിരാകാശ പേടകങ്ങൾ, ചാന്ദ്രദിന പതിപ്പ്, പോസ്റ്റർ എന്നിവയുടെ പ്രദർശനം നടത്തുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ സ്കൂൾ തല സീഡ് ക്ലബിന്റെ ഉദ്ഘാടനം HM ശ്രീമതി ടെസി MM നിർവഹിച്ചു. ആഗസ്റ്റ് 4 ഈ അധ്യയന വർഷത്തെ PTA പൊതുയോഗം ഓഗസ്റ്റ് 4 നടത്തി. എല്ലാ രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു. PTA പ്രസിഡന്റായിരുന്ന ശ്രീ KC സുനിൽ അധ്യക്ഷത വഹിച്ചു. ഈ യോഗത്തിൽ പുതിയ PTA പ്രസിഡന്റായി ലതീപ് കുമാർ VN തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ ഭാരവാഹികളായി നിസാമോൾ, രാജേഷ് R, നവ്യ, നടേശൻ, ഷാരിമോൾ, രാജേഷ്, സീമ എന്നിവരെയും തെരഞ്ഞെടുത്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആൽഫിമോൾ ഐസക്, നിരഞ്ജന പ്രദീപ്, റിയൽ റേഗാൻ എന്നിവർക്ക് ശ്രീമതി തങ്കമ്മ ഫ്രാൻസിസ് ഏർപ്പെടുത്തിയ AV തോമസ് ആൻഡ് അന്നമ്മ തോമസ് മെമ്മോറിയൽ എൻഡോമെന്റ് നൽകി ആദരിച്ചു. താരം പതിപ്പിച്ച കൂടാരം, രാവിൽ നിലാവിൻ്റെ പൂരം, ചോലകളും കുയിലാളും പാടും താഴ്വാരം, എല്ലാം നമുക്കിന്ന് സ്വന്തം. ക്ലാസ് PTA യോഗം നടത്തി. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ രാജേഷ് R രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ ക്ലാസ് നൽകി. ഓഗസ്റ്റ് 6-9 സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ സമുചിതമായി സ്കൂളിൽ ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷിബു ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും കുട്ടികൾ 1000 സഡാക്കു കൊക്കുകളെ നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് പറത്തി. HM ശ്രീമതി ടെസി, PTA പ്രസിഡന്റ് ലതീപ് കുമാർ, MPTA പ്രസിഡന്റ് നിസാമോൾ എന്നിവർ ലോക സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊളാഷ്, പോസ്റ്റർ, ക്വിസ്, ഉപന്യാസം എന്നീ മത്സരങ്ങൾ നടത്തി. വിദ്യാർത്ഥിനി ക്ലാര കെ സണ്ണി യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. Light a candle for peace, light a candle for love. ആഗസ്റ്റ് 15 സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 76ാമത് സ്വാതന്ത്ര്യ ദിനം സമുചിതമായി സ്കൂളിൽ ആഘോഷിച്ചു. രാവിലെ 9 മണിയോടുകൂടി സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ വർഗീസ് പൈനിങ്കൽ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് സ്കൗട്ട് കുട്ടികളുടെ മാർച്ച് പാസ്റ്റിന് മാനേജർ സല്യൂട്ട് സ്വീകരിച്ചു. HM ശ്രീമതി ടെസി, വാർഡ് മെമ്പർ കവിത സജീവൻ, PTA പ്രസിഡന്റ് ശ്രീ ലതീപ് കുമാർ, MPTA പ്രസിഡന്റ് നിസാമോൾ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ദേശഭക്തി ഗാനവും ടാബ്ലോയും ഫ്ലാഷ് മോബും ദേശസ്നേഹം ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം ചടങ്ങിന് നിറപ്പകിട്ടാർന്നു. ആഗസ്റ്റ് 27 ഓണപ്പരീക്ഷകൾക്ക് ശേഷം
27/8/2025 സ്കൂളിൽ ഓണാഘോഷം നടത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ വർഗീസ് പൈനുങ്കൽ ഓണപരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. റിട്ടയർഡ് DGP ശ്രീ ഹോർമിസ് തരകൻ, ശ്രീ കുര്യാക്കോസ് കാട്ടുതറ എന്നിവർ ആശംസകൾ നൽകി. സ്കൂൾ മുറ്റത്ത് പൂക്കളമൊരുക്കി. PTA സഹകരണത്തോടെ വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകി. തിരുവാതിര കളിയും നാടൻപാട്ടും മറ്റു കലാപരിപാടികളും ഓണാഘോഷത്തിന് മിഴിവേകി. സെപ്റ്റംബർ 15 ഹിന്ദി ദിനം ആചരിച്ചു. ഹിന്ദി ദിനത്തിൽ ഹിന്ദി അസംബ്ലി നടത്തുകയും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ആഗസ്റ്റ് 14 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ അതാത് ക്ലാസ്സിലെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും ആ പ്രതിനിധികളിൽ നിന്നും മാസ്റ്റർ ആൽബിൻ സിബിച്ചിനെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു. ഇത് കുട്ടികൾക്ക് വോട്ടഭ്യർത്ഥനകളും പ്രചരണ രീതികളും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും മനസ്സിലാക്കാനുള്ള ഒരവസരവും നല്ലൊരു അനുഭവവുമായിരുന്നു. സെപ്റ്റംബർ 16 സ്കൂൾ തല കായികമേള നടത്തി. അന്നേ ദിവസം രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലോടെ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ക്ലാസ് അടിസ്ഥാനത്തിൽ നടന്ന മാർച്ച് പാസ്റ്റിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ വർഗീസ് പൈനുങ്കൽ സല്യൂട്ട് സ്വീകരിച്ചു. വിജയികൾക്ക് മെഡലുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കോർപ്പറേറ്റ് ആർട്ട് ഫെസ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആർട്ട് ഫെസ്റ്റിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 20 കുട്ടികൾ പങ്കെടുക്കുകയും HS വിഭാഗത്തിൽ ഫാബ്രിക് പെയിന്റിംഗ് യൂസിംഗ് വെജിറ്റബിൾ വൈഗ PR 1ാം സ്ഥാനവും, UP വിഭാഗം ഫാബ്രിക് പെയിന്റിംഗിൽ ആർദ്ര സന്തോഷ് 2ാം സ്ഥാനവും, HS വിഭാഗം മലയാളം പദ്യം ചൊല്ലലിൽ ഗൗരി നന്ദ 3ാം സ്ഥാനവും, മാർഗംകളിയിൽ 3ാം സ്ഥാനവും കൈവരിച്ചു. ഒക്ടോബർ 8 സ്കൂൾ കലോത്സവം നടത്തുകയുണ്ടായി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ടോമി കണ്ടത്തിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. HM ശ്രീമതി ടെസ്സി, വാർഡ് മെമ്പർ കവിത സജീവൻ, PTA പ്രസിഡന്റ് ശ്രീ ലതീപ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് നടന്ന വിവിധ കലാമത്സരങ്ങൾ വിദ്യാർത്ഥികൾ വാശിയോട് മത്സരിക്കുകയും മികവാർന്ന വിജയം കൈവരിക്കുകയും ചെയ്തു. ശാസ്ത്രമേള ഒക്ടോബർ 14-15 തീയതികളിൽ NSS HSS പാണാവള്ളിയിൽ തുറവൂർ സബ് ജില്ലാതല ശാസ്ത്രമേളയിൽ സയൻസ്, സോഷ്യൽ സയൻസ്, IT, ഗണിതം, പ്രവൃത്തി പരിചയം എന്നീ വിഭാഗങ്ങളിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 49 കുട്ടികൾ പങ്കെടുത്ത് എല്ലാ വിഭാഗങ്ങളിലും സമ്മാനങ്ങൾ കരസ്ഥമാക്കി. സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ വർക്കിംഗ് മോഡലിന് 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ എഡ്വിൻ മാത്യുവും മേഘ മനോജും, സ്റ്റിൽ മോഡലിന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനാമിക പ്രസാദും, 9ാം ക്ലാസ്സിലെ മരിയ വർഗീസും, ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ 10ാം ക്ലാസ്സിലെ ഗൗരി പ്രസാദും ഫസ്റ്റ് A ഗ്രേഡ് വാങ്ങി ജില്ലാതല മത്സരത്തിന് അർഹത നേടി. എലക്യൂഷന് 9ലെ ക്ലാര K സണ്ണിയും A ഗ്രേഡ് കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ നിന്നും 7ാം ക്ലാസ്സിലെ അദ്വൈതും ശബരിയും 3rd A ഗ്രേഡ് കരസ്ഥമാക്കി. മത്സരിച്ച 9 പേരും സമ്മാനത്തിന് അർഹരായി. ഹൈസ്കൂൾ വിഭാഗം സബ് ജില്ലാ തലത്തിൽ ഓവറോൾ ഫസ്റ്റ് നേടാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. മികവാർന്ന വിജയം കൈവരിച്ച കുട്ടികൾക്കും അവരെ പരിശീലിപ്പിച്ച ജോമോൻ സാറിനും അഭിനന്ദനങ്ങൾ. IT ഫെയർ സബ് ജില്ലാ തലത്തിൽ ഓവറോൾ സെക്കൻഡ് നമ്മുടെ സ്കൂളിന് ലഭിക്കുകയുണ്ടായി. സ്ക്രാച്ച് പ്രോഗ്രാമിംഗിൽ 10ാം ക്ലാസ്സിലെ കെവിൻ സജി ഫസ്റ്റ് A ഗ്രേഡും രചനയും അവതരണവും 10ാം ക്ലാസ്സിലെ സാൻഡ്രിയ സിബി സെക്കൻഡ് A ഗ്രേഡും, മലയാളം ടൈപ്പിംഗും രൂപകൽപ്പനയും 9ലെ ഹരിനന്ദൻ 3rd പ്രൈസും, വെബ് ഡിസൈനിങ്ങിൽ 8ാം ക്ലാസ്സിലെ ജസ്റ്റിൻ തോമസ് B ഗ്രേഡും കരസ്ഥമാക്കി. അവരെ ഒരുക്കിയ സീമ ടീച്ചറിനും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. സയൻസ് തുറവൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ സയൻസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ വർക്കിംഗ് മോഡലിന് 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആൽബിൻ സിബിച്ചനും ദേവനാഥ് PAയും, റോബോട്ടിക്സിന് 9ാം ക്ലാസ്സിലെ വിഘ്നേശ്വറും ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി. ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റിൽ അനന്യശ്രീയും അലീന അനിൽകുമാറും സെക്കൻഡ് A ഗ്രേഡും കരസ്ഥമാക്കി ജില്ലാതല മത്സരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്റ്റിൽ മോഡലിന് 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ രശ്മിക R-ഉം അഞ്ജന മഹേഷും, UP സ്റ്റിൽ മോഡലിൽ എമിറ മേരിയും ആൻഡ്രോസ് PKയും B ഗ്രേഡും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം സബ് ജില്ലാ തലത്തിൽ ഓവറോൾ 3rd കരസ്ഥമാക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. മികവാർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും അവരെ തയ്യാറാക്കിയ രേഷ്മ ടീച്ചറിനും അഭിനന്ദനങ്ങൾ.
ഗണിതശാസ്ത്രമേള. ഹൈസ്കൂൾ വിഭാഗം സ്റ്റിൽ മോഡലിൽ സ്വാതി കൃഷ്ണ എസ് എ ഗ്രേഡും, പസിലിൽ അപർണ രാജേഷും ഗെയിംസിൽ വൃന്ദ രാജേഷും ബി ഗ്രേഡും നേടി. യു പി വിഭാഗം ജോമെട്രിക്കൽ ചാർട്ടിന് ആർദ്ര സന്തോഷ് എ ഗ്രേഡ് നേടി. വിദ്യാർത്ഥികളും അവരെ ഒരുക്കിയ പേളി ടീച്ചറിനും വിനീത ടീച്ചറിനും അഭിനന്ദനങ്ങൾ. പ്രവൃത്തിപരിചയമേള. ഫാബ്രിക് പെയിൻറ് യൂസിംഗ് വെജിറ്റബിൾ 9ാം ക്ലാസ്സിലെ വൈഗ പി ആറും, പപ്പറ്റ് മേക്കിങ്ങിൽ 9ാം ക്ലാസ്സിലെ ഗൗരി നന്ദിയും ഫസ്റ്റ് എ ഗ്രേഡ് നേടി. പോട്രി പെയിൻറ്റിങ്ങിൽ 10ാം ക്ലാസ്സിലെ സൂര്യമോൾ സെക്കൻഡ് എ ഗ്രേഡും കരസ്ഥമാക്കി ജില്ലാതല മത്സരത്തിന് അർഹത നേടി. യു പി വിഭാഗം പപ്പറ്റ് മേക്കിങ്ങിൽ 7ാം ക്ലാസ്സിലെ അഷിമ ഷിജു സെക്കൻഡ് എ ഗ്രേഡും കരസ്ഥമാക്കി. ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ 9ാം ക്ലാസ്സിലെ വി വി സമൃദ്ധലക്ഷ്മി, പേപ്പർ ക്രാഫ്റ്റ് 8ാം ക്ലാസ്സിലെ ശിവാനി സുനിൽ, യു പി വിഭാഗം കയർഡോർ മേക്കിങ്ങിൽ 5ാം ക്ലാസ്സിലെ ഋഗ്വേദ്, ഫാബ്രിക് പെയിൻറ് യൂസിംഗ് വെജിറ്റബിൾ 5ാം ക്ലാസ്സിലെ സൈമൺ സിബിച്ചൻ, പേപ്പർ ക്രാഫ്റ്റിലെ 7ാം ക്ലാസ്സിലെ ആദിൽ ശ്യാം എന്നിവരും എ ഗ്രേഡ് കരസ്ഥമാക്കി. വിദ്യാർത്ഥികൾക്കും അവരെ ഒരുക്കിയ ആശ ടീച്ചറിനും നീനു ടീച്ചറിനും അഭിനന്ദനങ്ങൾ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള. നവംബർ 7, 8, 9 ദിവസങ്ങളിൽ പാലക്കാട് വെച്ച് നടന്ന ശാസ്ത്രമേളയിൽ സയൻസ് വർക്കിംഗ് മോഡലിന് ദേവനാഥ് പി എ ആൻഡ് ആൽബിൻ സിബിച്ചനും, വെജിറ്റബിൾ പ്രിന്റിങ്ങിന് വൈഗ പി ആറും എ ഗ്രേഡ് കരസ്ഥമാക്കി SSLC പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്കിന് അർഹത നേടി. ടീച്ചിങ് എയ്ഡ് വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ ശ്രീ ജോമോൻ ജോയ് സബ് ജില്ല, ജില്ല, സംസ്ഥാന തലങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി. സ്കൂളിന് അഭിമാനകരമായ നേട്ടം നേടിത്തന്ന കുട്ടികൾക്കും അവരെ ഒരുക്കിയ അധ്യാപകർക്കും ജോമോൻ സാറിനും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും നന്ദിയും ഏറെ സ്നേഹത്തോടെ നേരുന്നു. കലോത്സവം. നവംബർ 3, 4, 5, 6 ദിവസങ്ങളിൽ ശ്രീകണ്ഠേശ്വരം സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും വിവിധ ഇനങ്ങളിലായി 53 കുട്ടികൾ പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും വൃന്ദ രാജേഷ്, ആദിത്യ അനിൽകുമാർ, അപർണ ഗിരീഷ്, അശ്വിനി കെ വി, സൂര്യമോൾ പ്രമോദ്, കൃഷ്ണവേണി പി ആർ എന്നിവർ 10ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ സനാസ് അലി, ആദിത്യ സൈനൽ എന്നീ കുട്ടികൾ പാലിയ നൃത്തത്തിന് ഫസ്റ്റ് എ ഗ്രേഡോടെ ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടി. വ്യക്തിഗത മത്സരങ്ങളിൽ യു പി വിഭാഗം 7ാം ക്ലാസ്സിലെ ആൻഡ്രോസ് പി കെ മലയാളം പ്രസംഗത്തിനും, ഹൈസ്കൂൾ വിഭാഗം 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗരി നന്ദ മലയാളം പദ്യം ചൊല്ലലിനും, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരോൺ ആന്റണി കാർട്ടൂണിനും 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഗ്രൂപ്പ് ഇനങ്ങളിൽ കഥാപ്രസംഗത്തിന് സെക്കൻഡ് എ ഗ്രേഡും, സംഘഗാനം, പണയനൃത്തം, മാർഗംകളി എന്നിവയ്ക്ക് 3ാം സ്ഥാനവും, തിരുവാതിരയ്ക്ക് എ ഗ്രേഡും കരസ്ഥമാക്കി. യു പി വിഭാഗം ഇംഗ്ലീഷ് റെസിറ്റേഷന് 5ാം ക്ലാസ്സിലെ അൻവിത അനിലും, ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ ഹരിനന്ദൻ കെ സ്റ്റാൻഡേർഡ് 9 സെക്കൻഡ് എ ഗ്രേഡ്. ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിന് 9ാം ക്ലാസ്സിലെ ക്ലാര കെ സണ്ണിയും, ഉപന്യാസ രചനയിൽ 9ാം ക്ലാസ്സിലെ മരിയ വർഗീസും, കവിതാ രചന മലയാളം 10ാം ക്ലാസ്സിലെ ഷിക പി എസും എ ഗ്രേഡ് കരസ്ഥമാക്കി. തുറവൂർ സബ് ജില്ലയിൽ 9th പൊസിഷൻ കരസ്ഥമാക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. അഭിമാനകരമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും അവരെ പരിശീലിപ്പിച്ച സീമ ടീച്ചറിനും നീനു ടീച്ചറിനും മറ്റ് അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ക്രിസ്തുമസ് ആഘോഷം. ഡിസംബർ 23 സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വളരെ ഭംഗിയായി നടത്തി. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ടോമി കണ്ടത്തിൽ ക്രിസ്തുമസ് ദിന സന്ദേശം നൽകി. HM ടെസി ടീച്ചർ, PTA പ്രസിഡന്റ് ലദീപ് കുമാർ വി എൻ, വിദ്യാർത്ഥി പ്രതിനിധി ക്ലാര കെ സണ്ണി എന്നിവർ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നൽകി. തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറി. എല്ലാ കുട്ടികൾക്കും കേക്കും ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു. ക്രിസ്തുമസ് ഗിഫ്റ്റുകൾ കൈമാറി ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെ ഹൃദ്യമായി മാറി. കായികം. ഉപജില്ലാ ഫുട്ബോൾ മത്സരത്തിൽ ജൂനിയർ, സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ എഡ്വിൻ മാത്യുവിനെയും 8ാം ക്ലാസ്സിലെ അഭിനവും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്നും 9ാം ക്ലാസ്സിലെ അനുശ്രീ അനൂപും ആലപ്പുഴ റവന്യൂ മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയ എബിൻ സാറിന് കുട്ടികളിൽ ഗവേഷണാത്മകത പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും KDSKന്റെയും പങ്കാളിത്തത്തോടെ സ്കൂളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് YIP ശാസ്ത്രപദം. ഈ പരിപാടിയിൽ നമ്മുടെ വിദ്യാർത്ഥികളായ അഞ്ജന മഹേഷും മരിയ വർഗീസും ഗൗരി നന്ദയും ആശയങ്ങൾ സമർപ്പിച്ചു. ഇൻസ്പയർ അവാർഡ്. കുട്ടികളിൽ സർഗാത്മകവും നൂതന ചിന്തയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ
നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പയർ അവാർഡുകൾ. സയൻസ് അധ്യാപികയായ രേഷ്മ ടീച്ചറിന്റെ സഹായത്തോടെ നമ്മുടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗരിനന്ദ് സമർപ്പിച്ച ആശയം തിരഞ്ഞെടുക്കപ്പെടുകയും 10,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുകയും ഉണ്ടായി. സ്കൗട്ട് ആൻഡ് ഗൈഡ്. നമ്മുടെ സ്കൂളിൽ ഈ വർഷം മുതൽ ഗൈഡ് യൂണിറ്റുകൾ ആരംഭിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രവർത്തനങ്ങൾ വളരെ മികവുറ്റ രീതിയിൽ മുന്നോട്ടു പോകുന്നു. സ്കൗട്ട് മാസ്റ്ററായി എബിൻ കെ ആന്റണിയും ഗൈഡ് ക്യാപ്റ്റനായി നീനു സി ജോസഫും പ്രവർത്തിച്ചു വരുന്നു. JRC. 46 കുട്ടികളാണ് JRCയിൽ അംഗങ്ങളായിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ 17 കുട്ടികൾ C ലെവൽ പരീക്ഷ എഴുതുകയും SSLCക്ക് ഗ്രേസ് മാർക്കിന് അർഹത നേടുകയും ചെയ്തു. JRCയുടെ നേതൃത്വത്തിൽ തൈക്കാട്ടുശ്ശേരി PHCയും കവലയും വൃത്തിയാക്കി. JRC കൺവീനറായി ശ്രീമതി പേളി കുര്യാക്കോസ് പ്രവർത്തിച്ചു വരുന്നു. ലിറ്റിൽ കൈറ്റ്സ്. SSLC പരീക്ഷയിൽ 2025-26 അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർക്ക് ലഭിച്ചു. ലിറ്റിൽ കൈറ്റ്സ് മെന്ററായി ശ്രീമതി സീമ കേസും ശ്രീമതി ആശ ജോസഫും പ്രവർത്തിച്ചു വരുന്നു. ഗ്രാഫിക് ഡിസൈനിംഗ്, ആനിമേഷൻ, മലയാളം കമ്പ്യൂട്ടിംഗ്, വിഷ്വൽ പ്രോഗ്രാമിംഗ് തുടങ്ങിയവയിലും 9ാം ക്ലാസ്സിലെ ആനിമേഷൻ, ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, ഡിജിറ്റൽ മാഗസിൻ തുടങ്ങിയ വിഷയങ്ങളിലും പരിശീലനം നൽകി വരുന്നു. ആലപ്പുഴ പുന്നപ്രയിൽ നടന്ന ജില്ലാതല റോബോട്ടിക് ഫെസ്റ്റിൽ ബ്ലൈൻഡ് സ്റ്റിക്ക്, ഡ്രൈവർലെസ് കാർ എന്നിവ പ്രദർശിപ്പിക്കുകയും ജില്ലാതല മാസ്റ്റർ ട്രെയിനേഴ്സിന്റെ അഭിനന്ദനത്തിന് പാത്രമാവുകയും ചെയ്തു. ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ FM റേഡിയോയും വാർത്താ ചാനലും യൂട്യൂബ് ചാനലും പ്രവർത്തിച്ചു വരുന്നു. സീപ്. കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ADGP ശ്രീ വിജയൻ സാർ വിഭാവനം ചെയ്ത സീപ് എന്ന പാഠ്യേതര പദ്ധതിയുടെ ഭാഗമായി ഈ വർഷവും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാസത്തിൽ 2 ക്ലാസുകൾ നടത്തുന്നു. നിലവിലെ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഈ ക്ലാസ് ലഭിക്കുന്നുണ്ട്. ATL. ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്ക് ATLന്റെ ക്ലാസുകൾ നൽകി വരുന്നു. കുട്ടി ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തുന്ന തിങ്കർ ഫെസ്റ്റ് മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 2 ടീമുകൾ പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും 10ാം ക്ലാസ്സിലെ ആൽബിൻ സിബിച്ചൻ, എഡ്വിൻ മാത്യു, ദേവനാഥ് PA എന്നിവരും UP വിഭാഗത്തിൽ നിന്നും ആൻഡ്രോസ് PK, സൈമൺ സിബിച്ചൻ, അഭിമന്യു എന്നിവരും സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കി. ATL കൺവീനർമാരായി രേഷ്മ ജോൺസണും നീനു സി ജോസഫും പ്രവർത്തിച്ചു വരുന്നു. കോർപ്പറേറ്റ് വിസിറ്റ്. സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ തോമസ് നങ്ങേലി മാലിലും അസിസ്റ്റന്റ് മാനേജർ റവറൻഡ് ഫാദർ വർഗീസ് പാലാട്ടി തുടങ്ങിയവർ അടങ്ങുന്ന ടീം സ്കൂൾ സന്ദർശിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സ്ഥലംമാറ്റം നേടിപ്പോയ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ വർഗീസ് പൈനിങ്കൽ അച്ഛനും പുതിയ മാനേജർ റവറൻഡ് ഫാദർ ടോമി കണ്ടത്തിൽ അച്ഛനും സ്റ്റാഫ് അംഗങ്ങൾ ആശംസകളും ബൊക്കെയും നൽകി ആദരിച്ചു. പഠനയാത്ര. നവംബർ 24-ന് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠനയാത്ര വണ്ടർലായിലേക്ക് നടത്തുകയുണ്ടായി. HM ടെസ്റ്റ് ടീച്ചർ, അധ്യാപകരായ ശ്രീ ജോമോൻ ജോയ്, ശ്രീമതി സീമ KS, ശ്രീമതി വിനീത സേവ്യർ എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. SSLC തീവ്ര പരിശീലനം. SSLC തീവ്ര പരിശീലനത്തിന്റെ ഭാഗമായി ജൂൺ ആദ്യവാരം മുതൽ 9 മണിക്ക് മോർണിംഗ് ക്ലാസ്സുകളും ജാനുവരി ആദ്യവാരം മുതൽ വൈകുന്നേരം 5:30 വരെ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും നൽകുന്നു. പഠന നിലവാരം മെച്ചപ്പെടുത്തി ഉയർന്ന ഗ്രേഡുകൾ കരസ്ഥമാക്കുന്നതിന് എല്ലാ ക്ലാസ്സിലും മിഡ് ടേം ടെസ്റ്റുകൾ നടത്തുകയും ഓരോ ടീമിലെയും പഠന പുരോഗതി രക്ഷിതാക്കളെ അറിയിക്കുകയും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യുന്നു. കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സഞ്ജയിക പദ്ധതി നടത്തിവരുന്നു. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ഗ്രേസി ടീച്ചർ നേതൃത്വം നൽകുന്നു. ഇംഗ്ലീഷ് അധ്യാപികയായ ആശ ടീച്ചർ സ്പോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമർ എന്നിവയ്ക്ക് പ്രത്യേക പരിശീലനം നൽകി വരുന്നു. എബിൻ സാറിൻ്റെ നേതൃത്വത്തിൽ കായിക പരിശീലനം നടത്തിവരുന്നു. USS ടാലന്റ് ഹണ്ട് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി പ്രത്യേക പരിശീലനം നൽകുന്നു. കുട്ടികളിലെ കലാവാസന വളർത്തുന്നതിനായി നീനു ടീച്ചർ, ആശ ടീച്ചർ, സീമ ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നു. മൂല്യബോധം വളർത്തുന്നതിനായി മോറൽ സയൻസ് ക്ലാസുകൾ നൽകുന്നു. സ്കൂളിലെ SITC കൂടിയായ ജോമോൻ സാറിൻ്റെ നേതൃത്വത്തിൽ IT ക്ലാസുകൾ നടത്തുകയും AI, റോബോട്ടിക്സ് തുടങ്ങിയവയിൽ പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്യുന്നു. ഈ വിദ്യാലയത്തിനുണ്ടായ സർവ്വ നേട്ടങ്ങൾക്കും സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും കൂടുതൽ മുന്നേറ്റങ്ങൾക്കുള്ള അനുഗ്രഹത്തിനായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഏവരുടെയും സഹകരണങ്ങളും നിർദ്ദേശങ്ങളും കാംക്ഷിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് സവിനയം ബഹുമാന്യ സദസ്സിന് മുൻപാകെ സമർപ്പിക്കുന്നു.